So today we are going to start the module metric spaces. അപ്പോൾ നമ്മൾ റിയൽ അനാലിസിസിലും കോംപ്ലക്സ് അനാലിസിസിലും ഒക്കെ കണ്ടിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു ജനറലൈസേഷൻ ആണ് നമ്മൾ എവിടെ നോക്കാൻ പോകുന്നത്, മെട്രിക് സ്പേസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് റിയൽ അനാലിസിസിൽ നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്നും എന്താണ് കോംപ്ലക്സ് അനാലിസിസിൽ നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്നും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് മെട്രിക് സ്പേസ് തുടങ്ങാൻ പറ്റും. നിങ്ങൾ നോക്കി ഇത് പറഞ്ഞുകൂടെങ്കിലും ഭയങ്കര പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരു സെറ്റിൽ, അതായത് നമുക്കിപ്പോ ജസ്റ്റ് ഒരു റിയൽ ലൈൻ പറയുവാണ്, റിയൽ ലൈനിലെ എലമെന്റ്സുകളെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. ഈ രണ്ട് റിയൽ നമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, മോഡ് 4-2 അല്ലെ. അല്ലെങ്കിൽ രണ്ട് നമ്പർ എക്സും വൈയും ഞാൻ എടുക്കുവാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് മോഡ് x-y ആണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഇനിയിപ്പോ ഞാനൊരു കോംപ്ലക്സ് പ്ലെയിനിനെ പറ്റി ആലോചിക്കുന്നു. ഞാൻ എന്താ ആലോചിക്കുന്നു? ഒരു കോംപ്ലക്സ് പ്ലെയിനിനെ പറ്റി ആലോചിക്കുന്നു. കോംപ്ലക്സ് പ്ലെയിനിൽ ഇതൊരു പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് x+iy എന്നാണ്. വേണമെങ്കിൽ 1 കൊടുക്കാം, x1 + iy1. മറ്റൊരു പോയിന്റ് ഞാൻ എടുത്തു x2 + iy2 അല്ലെ. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താണ് പറയുന്നത്? ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് x1 - x2 the whole square plus y1 - y2 the whole square ആയിരിക്കും. ഇത് നിങ്ങൾ എവിടെ പഠിച്ചു? മോഡ് എന്ന് പറഞ്ഞ് പഠിച്ചു. ഓർമ്മയുണ്ടോ? മോഡ് z1 - z2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിവേ ഇതൊക്കെ നിങ്ങൾ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ഇവിടെ മെട്രിക് സ്പേസിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സെറ്റ് എടുത്തു, റിയൽ നമ്പർ ആയിക്കോട്ടെ കോംപ്ലക്സ് നമ്പർ ആയിക്കോട്ടെ, ചുമ്മാ വെറുതെ എന്തെങ്കിലും ഒരു സെറ്റ് എടുത്താൽ എനിക്ക് അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ റിയൽ ലൈനിലും കോംപ്ലക്സ് ലൈനിലും ഒക്കെ പഠിച്ച പല കാര്യങ്ങളും അങ്ങോട്ട് കൂടി പറയാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, അല്ലെങ്കിൽ ഇന്റീരിയർ പോയിന്റ്, ലിമിറ്റ് പോയിന്റ്, കുറെ കൺസെപ്റ്റുകളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എല്ലാ സെറ്റിലും ഒരു ജനറൽ ഡെഫിനിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പോളജി പഠിക്കുന്നത്, നമ്മൾ മെട്രിക് സ്പേസുകൾ പഠിക്കുന്നത്. സോ ഇതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റിയൽ ലൈനിലുള്ള ഡിസ്റ്റൻസിന് പകരം കോംപ്ലക്സ് ലൈനിലുള്ള ഡിസ്റ്റൻസിന് പകരം എല്ലാ സെറ്റുകളിലും നമുക്ക് ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻ. നിങ്ങൾ നോക്കുക, ഒരു ഡിസ്റ്റൻസ് എപ്പോഴാണ് ഡിസ്റ്റൻസ് ആകുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആ ഒരു സെറ്റിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ നോക്കിക്കോ. ലെറ്റ് എക്സ് ബി എ സെറ്റ്. എക്സ് എന്ന് പറയുന്നത് ഏത് സെറ്റ് വേണമെങ്കിലും ആകാം. ടോപ്പോളജിയിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന യൂണിവേഴ്സൽ സെറ്റുകളെല്ലാം നമ്മൾക്ക് ആ റിയൽ നമ്പർ ആയിക്കോട്ടെ കോംപ്ലക്സ് ആയിക്കോട്ടെ ഏത് സെറ്റിനെയും നമ്മൾ ഇനി എക്സ് എന്നാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. ലെറ്റ് എക്സ് ബി എ സെറ്റ് ആൻഡ് ഡി. ഡി ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ പറയേണ്ടത്? ഒരു സെറ്റിലെ രണ്ട് പോയിന്റുകൾ നമ്മൾ എടുത്താൽ അത് തങ്ങളിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ എക്സ് കോമ വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. എക്സ് കോമ വൈനെ ഞാനൊരു ഫംഗ്ഷൻ ആയിട്ട് കാണണമെങ്കിൽ അത് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ആകണം. അതുകൊണ്ടാണ് എക്സ് ക്രോസ് എക്സ് എടുക്കുന്നത്. ഓർഡേർഡ് പെയർ, ഒരു സെറ്റിലെ എലമെന്റ്സിനെ ഓർഡേർഡ് പെയർ ആയിട്ട് കിട്ടണമെങ്കിൽ എക്സ് ക്രോസ് എക്സ് എടുക്കണം. സോ ഡി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് ക്രോസ് എക്സിൽ നിന്ന് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആ ഫംഗ്ഷന് 3 പ്രത്യേകതകളാണുള്ളത്. ആ 3 പ്രത്യേകതകളും സാറ്റിസ്ഫൈ ചെയ്താൽ ഡി എ നമുക്ക് എന്ത് വിളിക്കാം? മെട്രിക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഓൺ എക്സ് എന്ന് വിളിക്കാം. മെട്രിക് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് കേട്ടോ. എന്തൊക്കെയാണ് പ്രത്യേകത? എക്സ് ഈക്വൽ ടു വൈ ആവുമ്പോൾ മാത്രമേ ഡി എക്സ് വൈ ഈക്വൽ ടു 0 ആകാവൂ. അതല്ലേ ശരി? രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ ആ പോയിന്റ് ഈക്വൽ ആവണ്ടേ? ആ പോയിന്റ് ഈക്വൽ ആവണം. നെക്സ്റ്റ് ഡി എക്സ് വൈ ഈക്വൽ ടു ഡി വൈ എക്സ് ആകണം. അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസും വൈയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിലല്ലേ അതിനെ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റൂ. അത്രേ പറ്റൂ. നെക്സ്റ്റ് ഡി എക്സ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡ്. ചുമ്മാ പറഞ്ഞു പഠിക്കല്ലേ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കി പഠിക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്, ഇസഡ് എന്ന് പറയുന്നത് മറ്റൊരു പോയിന്റ് ആണ്. ഇനി y എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ പോയിന്റ് ആണെങ്കിൽ ഡി എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സും ഇസഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതെന്ന് പറയുന്നത് ഡി എക്സ് വൈയും ഡി വൈ ഇസഡും കൂട്ടുന്നതിനേക്കാൾ ചെറുതായിരിക്കണം. ഇത് രണ്ടും കൂട്ടുന്നതായിരിക്കും ഇതായിരിക്കും വലുത്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ട്രയാങ്കിൾ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എപ്പോഴും ചെറുതെന്ന് പറയുന്നത്. സോ ഡി എക്സ് ഇസഡ് എന്ന് പറയുന്നത് അതിന് ഇടയ്ക്കൊരു പോയിന്റ് കൊണ്ടുവന്നാൽ ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡിനേക്കാൾ ചെറുതായിരിക്കണം. ഇത് വേണമെങ്കിൽ ഈക്വൽ ആവാം. എപ്പോഴാണ്? y ഇവിടെ വരുമ്പോൾ ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡ് ആവാം. ഒരിക്കലും
അതിനേക്കാളും ചെറുതാവത്തില്ല. സോ അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നത്. ക്ലിയർ അല്ലേ? 3 ഡെഫിനിഷന് 3 പോയിന്റ് പഠിക്കാൻ ഒരു പാടുമില്ലല്ലോ. ഡി എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. നെക്സ്റ്റ് ഡി എക്സ് വൈ ഈക്വൽ ടു ഡി വൈ എക്സ് ആകണം. മൂന്നാമത്തത് നമ്മൾ റിയൽ ലൈനിന്റെ കേസിലാണെങ്കിൽ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി ആണത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. ഡി എക്സ് ഇസെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസെഡ്. ഓക്കെ, ഈ പറയുന്ന ഒരു മെട്രിക്കോട് കൂടിയ എക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക് സ്പേസ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആ സെറ്റും ആ സെറ്റിന്റെ കൂടെ ഒരു മെട്രിക്കും. അപ്പോൾ മെട്രിക് സ്പേസ് എന്താണ്? ഒരു സെറ്റ് വിത്ത് എ മെട്രിക്. അപ്പോൾ ഒരു കാര്യം, ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വേണം. എന്തൊക്കെയാണ് ഇവിടുത്തെ എക്സാമ്പിൾ? നമ്മൾ പഠിച്ചു റിയൽ ലൈൻ. റിയൽ ലൈനിലെ മെട്രിക് ആരാണ്? റിയൽ ലൈനിലെ മെട്രിക് പറയണമെങ്കിൽ റിയൽ ലൈനിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അതിൽ നിന്ന് ആർ പ്ലസിലേക്കാണ്, ആർ പ്ലസിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന മെട്രിക് എന്താണ്? മോഡ് എക്സ് മൈനസ് വൈ. അപ്പൊ ഇത് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഡി എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടണം അല്ലെ. നോക്കിയേ, ഡി എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ ആണ്. മോഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 വരണമെങ്കിൽ അത് ഈക്വൽ ആകണം. അത് നമുക്ക് പ്രൂവൺ ആണ് അല്ലെ. എക്സ് ഈക്വൽ ടു വൈ വന്നാൽ മാത്രമേ മോഡ് എക്സ് മൈനസ് വൈ 0 വരത്തുള്ളൂ. നെക്സ്റ്റ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ ആണ്. ഇതിനെ എനിക്ക് മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് വിളിക്കാമല്ലോ. വിളിക്കാം. ആ മൈനസിന്റെ മോഡുലസ് എടുക്കുമ്പോൾ മോഡ് വൈ മൈനസ് ആയി, ഡി വൈ എക്സ് ആയി. സോ ഡി എക്സ് വൈ ഈക്വൽ ടു ഡി വൈ എക്സ് ആണ് മോഡുലസ് എടുക്കുമ്പോൾ. നെക്സ്റ്റ് എന്താണ്? ഡി എക്സ് ഇസെഡ്. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഡി എക്സ് ഇസെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസെഡ് ആണ്. ഈ കാര്യത്തിൽ നമുക്ക് സിമ്പിൾ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാം അല്ലെ. മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. ഇത് അറിഞ്ഞുകൂടെങ്കിൽ എഴുതി വെച്ചേക്കുക കേട്ടോ. അപ്പൊ മോഡ് എക്സ് മൈനസ് ഇസെഡിനെ നമുക്ക് വൈ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്ലസ് വൈയും മൈനസ് വൈയും കൊടുക്കുന്നു. നമ്മൾ ഒരുപാട് പ്രൂഫുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ എക്സ് പ്ലസ് വൈ മൈനസ് വൈ മൈനസ് ഇസെഡ്. എനിക്ക് കിട്ടേണ്ടത് ഡി ഓഫ് എക്സ് വൈ ആണ്. ഡി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് വൈ അല്ലേ. ഡി ഓഫ് വൈ ഇസെഡ് മോഡ് വൈ മൈനസ് ഇസെഡ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ചെഴുതി, മൈനസ് വൈ പ്ലസ് വൈ ആക്കി. മോഡ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ്. നോക്കിയേ, നമ്മുടെ ട്രയാങ്കുലർ ഇനീക്വാലിറ്റിയിൽ ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ഞാൻ ബി എന്നും വിളിച്ചാൽ മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണ്. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് സെഡ്. ഇതാണ് ഡി എക്സ് വൈ, ഇതാണ് ഡി വൈ സെഡ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. റിയൽ ലൈനിലെ മോഡുലസ് എന്ന് പറയുന്ന മെട്രിക് ഒരു മെട്രിക് ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റും. സോ ഡി എക്സ് വൈ എന്ന് പറയുന്ന ഒരു മെട്രിക് ആണ്. ആർ എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ് ആണ്. ഓക്കെ, ഈ ഒരു മെട്രിക്കിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, യൂഷ്വൽ മെട്രിക് ഓൺ ആർ. അതായത് റിയൽ ലൈനിൽ നമ്മൾ കൊടുക്കുന്ന യൂഷ്വൽ മെട്രിക് ആണ് മോഡ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന മെട്രിക്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മൾ ഏതൊരു സെറ്റിലും ഡിഫൈൻ ചെയ്യാൻ പോകുന്ന മെട്രിക്. ഇനിയും കുറെ മെട്രിക്കുകൾ നിങ്ങൾ കാണും കേട്ടോ. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി പറയുവാണ്, ഡിസ്ക്രീറ്റ് മെട്രിക്. ഇതിനെ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക്രീറ്റ് മെട്രിക് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഡിസ്റ്റൻസ് ഒന്നും പറയുന്നില്ല. ഞാൻ ഒറ്റയടിക്കൊരു ഫംഗ്ഷൻ അങ്ങ് ഡിഫൈൻ ചെയ്യുവാണ്. ഫോർ എനി സെറ്റ് എക്സ്, ഏതൊരു സെറ്റും ആയിക്കോട്ടെ, എക്സ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റും ആയിക്കോട്ടെ. ഫോർ എനി സെറ്റ് എക്സ് ഡിഫൈൻ ഡി ഫ്രം എക്സ് ക്രോസ് എക്സ് ടു ആർ. ഓക്കെ, ആർ എന്ന് പറയുന്നത് ആർ പ്ലസ് ആണ് കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റിയൽ നമ്പർ ആണെന്ന് കാണിച്ചിട്ട് ഇവിടെ റേഞ്ചിൽ പോസിറ്റീവ് നമ്പർ മാത്രം വന്നാൽ മതി. such that d of xy equal to set 1 if x not equal to y, 0 if x equal to y. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. x not equal to y ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് 1 ആയിരിക്കും, x equal to y ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് 0 ആയിരിക്കും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പോയിന്റും നമ്മുടെ ഡിസ്റ്റൻസും x not equal to y ആണല്ലോ. x not equal to y ആയിട്ട് 1 എന്ന് പറയും. ഇനി ഞാൻ ഇവിടെ ഒരു z എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ അതിന്റെ ഡിസ്റ്റൻസ് 1 എന്ന് പറയും. എന്താ ഇപ്പൊ പ്രശ്നം? നമ്മൾ പറയുന്നത് ജോമെട്രിക്കൽ ഡിസ്റ്റൻസ് അല്ല, നമ്മൾക്ക് സെറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. മെട്രിക് ആയാൽ മാത്രം മതി. അപ്പൊ മെട്രിക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഒന്നാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ നേരത്തെ എഴുതിയ കണ്ടീഷന് പുറമെ ഒരു കണ്ടീഷൻ പറയും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിസ്റ്റൻസ് ഒരിക്കലും എന്താകാൻ പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല. ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. കറക്റ്റ് ആണ്. ഇനി ബൈ ഡെഫിനിഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആണ് അല്ലെ. അത് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഡി ഓഫ് എക്സ് വൈ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യവും പ്രശ്നമില്ല. നെക്സ്റ്റ് നോക്കിയേ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ. നോക്കി, നമുക്ക് കാണിക്കേണ്ട എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. ഒന്നാമത്തെ കണ്ടീഷൻ, ഈ കണ്ടീഷൻ നിങ്ങൾ അതിന് കൂടെ ചെയ്യേണ്ടതാണ്. അടുത്ത ഡി എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. ആ കണ്ടീഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഡി എക്സ് വൈ ഈക്വൽ ടു ഡി വൈ എക്സ് എന്ന് കാണിക്കണം. ഡി എക്സ് വൈ ഈക്വൽ ടു ഡി വൈ എക്സ് എന്ന് കാണിക്കണം അല്ലെ. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഉണ്ട്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഉണ്ട്.
എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്ത് വരും? ഡി എക്സ് വൈ 0 വരും. അത് തന്നെയാണ് ഡി വൈ എക്സ് സെയിം ആണ്. അടുത്ത എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ വൈ നോട്ട് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഡി എക്സ് വൈയും 1 ആണ്, ഡി വൈ എക്സും 1 ആണ്. ക്ലിയർ അല്ലേ? ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് നമുക്ക് എന്താണ്? നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി ആണ്. ഡി എക്സ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡ്. ഇതിൽ പല പോസിബിലിറ്റി വരും. നമ്മൾ എല്ലാ പോസിബിലിറ്റിയും എഴുതണം. അതായത് നോക്കിയേ, എന്തൊക്കെയാണ് ഇവിടുത്തെ പോസിബിലിറ്റി? ഒന്ന്, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ആകാം. രണ്ട്, എക്സ് ഈക്വൽ ടു വൈ ആകാം പക്ഷെ നോട്ട് ഈക്വൽ ടു ഇസഡ് ആകാം. മൂന്ന്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ആകാം. ഇവർ രണ്ടുപേരും ഈക്വൽ, ഇവർ ഈക്വൽ അല്ല അല്ലെ. ഇനി ഇങ്ങനത്തെ പല കേസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അടുത്ത എന്താണ്? എക്സ് ഈക്വൽ ടു ഇസഡ് ആകാം ബട്ട് നോട്ട് ഈക്വൽ ടു വൈ ആകാം. അപ്പൊ ഓരോ കേസുകളായിട്ട് നമ്മൾ നോക്കാൻ പോവാം. ഒന്ന്, എല്ലാവരും ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ആണെങ്കിൽ ഡി എക്സ് വൈ 0 ആണ്, ഡി എക്സ് ഇസഡ് 0 ആണ്, ഡി വൈ ഇസഡ് 0 ആണ്. അപ്പൊ ഡി എക്സ് ഇസഡ് ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താലും തെറ്റില്ലല്ലോ, ഈക്വൽ ടു ഉണ്ടല്ലോ, പ്രശ്നമില്ല. അടുത്ത എക്സ് ഈക്വൽ ടു വൈ ആണ്, എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് ആണ്. അതായത് എക്സും വൈയും ഈക്വൽ ആണ് പക്ഷെ നോട്ട് ഈക്വൽ ടു ഇസഡ് ആണ്. എന്ത് വരും? എക്സും വൈ ഈക്വൽ ആയതുകൊണ്ട് ഡി എക്സ് വൈ 0 വരും. എക്സും ഇസഡും നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ഡി എക്സ് ഇസഡ് 1 വരും, ഡി വൈ ഇസഡ് 1 വരും. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അതാണ് ഡി എക്സ് ഇസഡ് 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 1 അല്ലെ. അപ്പോൾ ഡി എക്സ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡ് എന്ന് വന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, മൂന്നാമത്തെ കേസ് എന്താണ്? എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ് പക്ഷെ എക്സ് ഈക്വൽ ടു ഇസഡ് ആണ്. നേരത്തെ പോലെ തന്നെ നിങ്ങൾ ഈ മൂന്നും കണ്ടുപിടിക്കുക. ഡി എക്സ് വൈയും ഡി വൈ ഇസഡും ഡി എക്സ് ഇസഡും കണ്ടുപിടിക്കുക. 1 1 0. ഡി എക്സ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡ്. കിട്ടിയല്ലോ. എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് കിട്ടും. നോക്കിയേ, ഡി എക്സ് ഇസഡ് എന്ന് പറയുന്നത് 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1 അല്ലേ. നെക്സ്റ്റ് കേസ് എന്താണ്? എക്സ് നോട്ട് ഈക്വൽ ടു വൈ, വൈ ഈക്വൽ ടു ഇസഡ്. എക്സ് നോട്ട് ഈക്വൽ ടു വൈ, വൈ ഈക്വൽ ടു ഇസഡ്. നോക്കിയേ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കും ഡി എക്സ് വൈ. എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആയതുകൊണ്ട് ഡി എക്സ് വൈ 1 ആണ്. ഡി എക്സ് ഇസഡ്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ്, വൈ ഈക്വൽ ടു ഇസഡ് ആണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് ആയിരിക്കും. അതായത് വൈ ഈക്വൽ ടു ഇസഡ് ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈക്ക് വേറെ ഇസഡ് കൊടുക്കാം അല്ലെ. അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് ആകുമ്പോൾ ഡി എക്സ് ഇസഡ് എന്ത് വരും? 1 വരും. നെക്സ്റ്റ് ഡി വൈ ഇസഡ് എന്താണ്? 0 ആണ്. വൈയും ഇസഡും ഈക്വൽ ആയതുകൊണ്ട് അപ്പോഴും എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഡി എക്സ് ഇസഡ് എന്ന് പറയുന്നത് ഇത് കൂട്ടുന്നതിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ് അല്ലെ. 1 പ്ലസ് 1, 1 ഈക്വൽ ടു 1 പ്ലസ് 0 ആണ്. അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താലും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? എല്ലാവരും നോട്ട് ഈക്വൽ ആവും. നോക്കിയേ, ആരും ഈക്വൽ ആവത്തില്ല. ആരും ഈക്വൽ ആവാത്തപ്പോഴെന്ത് സംഭവിക്കും? ഡി എക്സ് വൈ ഈക്വൽ ടു 1 ആണ്, ഡി എക്സ് ഇസഡ് ഈക്വൽ ടു 1 ആണ്, ഡി വൈ ഇസഡ് ഈക്വൽ ടു 1 ആണ്. അപ്പോഴും എനിക്ക് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1 എന്ന് പറയാം. ഡി എക്സ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ഒരു ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം നമ്മൾ പഠിക്കും, ഒരു ഇനിക്വാളിറ്റി നമ്മൾ പഠിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, എന്താണ് ഡെഫിനിഷൻ? ഫോർ പോയിന്റ്സ് എ ഈക്വൽ ടു A1 A2 എക്സെട്ര AN. ഇതൊരു പോയിന്റ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇപ്പോ 1 2 3 4 ഇതൊരു കോർഡിനേറ്റ് ആയിട്ടൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ രീതിയിലുള്ള ഒരു പോയിന്റ് ആണ്. A1 A2 n കോർഡിനേറ്റ്സ് ഉള്ള ഒരു പോയിന്റ്. ബി ഈക്വൽ ടു B1 B2 എക്സെട്ര BN. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി നമ്മൾ ഡിഫൈൻ ചെയ്യും. A1 പ്ലസ് B1, A2 പ്ലസ് B2 എക്സെട്ര AN പ്ലസ് BN. എ മൈനസ് ബി ഡിഫൈൻ ചെയ്യും. A1 മൈനസ് B1, A2 മൈനസ് B2 എക്സെട്ര AN മൈനസ് BN. അതേപോലെ നമ്മൾ എ ഡോട്ട് ബി ഡിഫൈൻ ചെയ്യും. എ ഡോട്ട് ബി എന്ന് ഡിഫൈൻ ചെയ്യുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n AI/BI ആണ്. അതായത് A1 B1 പ്ലസ് A2 B2 പ്ലസ് എക്സെട്ര AN BN. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ ഒരു എയുടെ എ ഈക്വൽ ടു A1 A2 എക്സെട്ര ANന്റെ നോം എന്താണ്? നിങ്ങൾ നോം ഓഫ് എ വെക്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. വെക്ടറിന്റെ നോം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. വെക്ടറിന്റെ നോം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒറിജിൻ ഉണ്ടെങ്കിൽ, ഒറിജിൻ നമ്മളിവിടെ O എന്നല്ല തീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒറിജിൻ ഉണ്ടെങ്കിൽ ആ എയും ഓയും തമ്മിലുള്ള, അല്ലെങ്കിൽ ആ എയും തീറ്റയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നോം എന്ന് പറഞ്ഞാൽ. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് വിയേർഡ് ആയിട്ട് തോന്നും. നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. നോക്കിയേ, നോം എ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എ ടു തീറ്റ എന്ന് വേണമെങ്കിൽ കാണിക്കാം. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ഈ ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. നോം എ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n AI സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇപ്പോ XI പ്ലസ് YJ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇതിന്റെ നോം നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ എന്ന് ചെയ്യും. ഈ പരിപാടി തന്നെയാണ് ഇത്.
ഈ xiക്കും yiക്കും പകരം a1 എന്നും a2 എന്നും വിളിച്ചാൽ a1ന്റെ സ്ക്വയർ പ്ലസ് a2ന്റെ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് എഴുതാമല്ലോ. ആ പരിപാടിയാണ് ഇവിടെ. സമ്മേഷൻ i ഈക്വൽ ടു 1 to n ai സ്ക്വയർ എന്ന് വെച്ചാൽ a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ പ്ലസ് എക്സെട്ര ഹോൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര an സ്ക്വയർ എന്ന് മാത്രമേ എന്തിന്റെ ഡെഫിനിഷൻ ഉള്ളൂ? നോമിന്റെ ഡെഫിനിഷൻ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ വെക്ടർ ആയിട്ട് മാത്രം കമ്പയർ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ വെക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് നോം ഓഫ് എ മൈനസ് ബി എന്നാണ്. ഓക്കെ, നോം ഓഫ് എ മൈനസ് ബി, നിങ്ങൾ രണ്ട് വെക്ടർ ആലോചിച്ച് നോക്ക്. v1 ഈസ് ഈക്വൽ ടു ഒരു വെക്ടർ, v2 ഈസ് ഈക്വൽ ടു ഒരു വെക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്താ അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത്? v2 മൈനസ് v1ന്റെ നോം എടുക്കും. നിങ്ങളിപ്പോ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നോക്കിയേ, ഇതൊരു വെക്ടർ, ഇത് വേറൊരു വെക്ടർ ആണെങ്കിൽ ഈ വെക്ടറിൽ നിന്ന് ഈ വെക്ടർ കുറച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കും. അതാണ് ആ വെക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ഡി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നോം ഓഫ് എ മൈനസ് ബി. നോം ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് കണ്ടോ, നോം ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ a1 മൈനസ് b1 ചെയ്യുക, സ്ക്വയർ എടുക്കുക, പ്ലസ് a2 മൈനസ് b2 ചെയ്യുക, സ്ക്വയർ എടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ല. നിങ്ങൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ നോക്കി വെച്ചാൽ മതി. പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഈ തിയറം എക്സാമിന് ചോദിക്കും. ഈ തിയറം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആദ്യത്തെ വട്ടം കേൾക്കുമ്പോൾ ഇതിന്റെ പ്രൂഫ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്ന് രണ്ട് വട്ടം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ പ്രൂഫ് ബൈഹേർട്ട് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ്. പക്ഷെ ആ ഒരു കണക്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതിന്റെ പേര് നോക്കുക, കോഷി-ഷ്വാർട്സ് ഇനിക്വാളിറ്റി എന്നാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷി-ഷ്വാർട്സ് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫോർ എനി പോയിന്റ് എ ഈക്വൽ ടു a1 a2 എക്സെട്ര an ആൻഡ് ബി ഈക്വൽ ടു b1 b2 എക്സെട്ര bn ഇൻ Rn. എന്താണ് ഈ Rn എന്ന് പറഞ്ഞാൽ? Rn എന്ന് പറഞ്ഞാൽ r ക്രോസ് r ക്രോസ് r ക്രോസ് എക്സെട്ര r ആണ്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുറെ n റിയൽ നമ്പർ എടുത്ത് ചുമ്മാ അങ്ങ് അടുക്കി പറക്കി വെക്കുക. ഏത് റിയൽ നമ്പറും ആയിക്കോട്ടെ, 1 -1 -5 എക്സെട്ര 2, ഇത്രയും ഒരു n റിയൽ നമ്പേഴ്സ് എടുത്ത് ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചാൽ അത് Rnലെ ഒരു എലമെന്റ് ആയി. അങ്ങനത്തെ എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Rn എന്ന് വിളിക്കുന്നത്. സോ Rnലെ രണ്ട് പോയിന്റ് ഞാൻ എടുക്കുന്നു. അവരുടെ ഫോം എന്താണ്? a1 a2 എക്സെട്ര an. ഇതിൽ ഓരോന്നും റിയൽ നമ്പർ ആയിരിക്കും. b1 b2 എക്സെട്ര bn. ഇതിൽ ഓരോന്നും റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെ ഞാൻ രണ്ട് പോയിന്റ് എടുക്കുവാണെങ്കിൽ മോഡുലസ് ഓഫ് എ ഡോട്ട് ബി, ഈ മോഡുലസ് നോമും തമ്മിൽ വ്യത്യാസമുണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതൊരു റിയൽ നമ്പറിൽ മാത്രമേ പറയാൻ പറ്റൂ. നോം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെക്ടർ ഫോമിൽ കിടക്കുന്ന അല്ലെങ്കിൽ n കോർഡിനേറ്റ്സ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നോക്കിയേ, മോഡുലസ് ഓഫ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു നോം ബി. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ ആണോ? മോഡുലസ് ഓഫ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ നോം ബി. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം, പ്രൂഫ് നോക്കാം. ഓക്കെ, ഇതാണ് തെളിയിക്കേണ്ടത്. അതിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് നോം എ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n. നോം എ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n ai സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര an സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്. ഇതിൽ നിന്ന് ഞാനൊരു സിമ്പിൾ പരിപാടി ചെയ്യാൻ പോവാ. നിങ്ങൾക്ക് അറിയാം, നോക്കിയേ, സ്ക്വയർ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയറിനെ ഞാനിപ്പോ വല്ല നോം എ എന്ന് വിളിക്കുവാണെങ്കിൽ ഈ റൂട്ട് അപ്പുറത്ത് പോയി സ്ക്വയർ ആക്കാൻ നിങ്ങൾക്കറിയാം. ആ പരിപാടി ഞാൻ ഇവിടെ ചെയ്യാൻ പോവാ. നോം എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n ai സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതൊന്ന് ഓർത്ത് വെച്ചേക്ക്, ഇത് നമുക്ക് ആവശ്യം വരും. സോ ഞാൻ എന്റെ പ്രൂഫ് തുടങ്ങാൻ പോവുക. ആദ്യത്തെ കേസ് സിമ്പിൾ ആണ്. ഈ എ ഡോട്ട് ബി എന്ന് പറയുമ്പോഴേ ഒരു കേസ് നമ്മൾ പ്രധാനമായിട്ടും പറയണം. എയോ ബിയോ സീറോ ആകുന്ന ഒരു കേസ്. അതായത് എ ഈക്വൽ ടു എല്ലാ സീറോ ആകാം, അല്ലെങ്കിൽ ബി ഈക്വൽ ടു എല്ലാ സീറോ ആകാം. സീറോ ആവുക എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആവുക. അതായത് എയോ ബിയോ ഒറിജിൻ ആയി കഴിഞ്ഞാൽ എ ഡോട്ട് ബി സീറോ ആയി, നോം എ നോം ബി സീറോ ആയി, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പൊ ആ കേസ് ഒന്ന് എഴുതി വെച്ചേക്കണം. നമുക്ക് ചെയ്യാനൊന്നുമില്ല, പക്ഷെ ആ കേസ് ഒന്ന് എഴുതി വെക്കണം. രണ്ടാമത്തെ കേസ് എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആർ നോട്ട് ഒറിജിൻ. ഒറിജിൻ അല്ലാത്ത കേസും ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ തുടക്കത്തിലെ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതിപ്പോ ഞാനിപ്പോ ആകാശത്ത് നിന്ന് എടുത്തു വെച്ചേക്കുന്ന സ്റ്റെപ്പാണ്, അല്ലാതെ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അല്ലെ, ഈ തുടക്കത്തിലെ സ്റ്റെപ്പ് അറിഞ്ഞുകൂടെങ്കിൽ പരിപാടി നടക്കത്തില്ല. സോ തുടക്കത്തിലെ സ്റ്റെപ്പ് നിങ്ങൾ നോക്കി വെക്കുക. ഏതൊരു i ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്ന് ഞാൻ എടുത്താലും എനിക്ക് ഇങ്ങനെ ഒരു സാധനം എഴുതാൻ പറ്റും. മോഡുലസ് എ ഐ ബൈ നോം എ. മോഡുലസ് എ ഐ ബൈ നോം എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും.
മൈനസ് മോഡുലസ് ബി ഐ ബൈ നോം ബി. അത് വേറെ ഏതോ ഒരു നമ്പർ ആണ്. ഇപ്പൊ വല്ല 3യോ 7ഓ ഒക്കെ ഇരിക്കട്ടെ. ഇനി ഞാൻ അതിന്റെ സ്ക്വയർ എടുത്താൽ ഉറപ്പായിട്ടും അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കത്തില്ലേ? മോഡുലസ് എ ഐ ഒരു നമ്പർ ആണ്, നോം എ ഒരു നമ്പർ ആണ്, അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. മോഡുലസ് ബി ഐ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, നോം ബി ഒരു പോസിറ്റീവ് നമ്പർ ആണ്. രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ ഡിഫറൻസ് എടുത്താൽ മേ ബി അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പക്ഷെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും പോസിറ്റീവ് വരും. ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇത് ഓക്കെ ആണല്ലോ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് പോവാം. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കാണാതെ പഠിക്കുക. നെക്സ്റ്റ്, ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലല്ലേ കിടക്കുന്നത്? എക്സ്പാൻഡ് ചെയ്യാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ, മുകളിലത്തെ സ്ക്വയർ ബൈ താഴത്തെ സ്ക്വയർ. മോഡ് എയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഐ സ്ക്വയർ ആണ്. എ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോ ബി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ബി സ്ക്വയർ മൈനസ് 2ab. 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇതേ ഇൻറ്റു ഇതെന്ന് വരും അല്ലെ? അപ്പൊ ഞാൻ ഒരുമിച്ച് എഴുതി 2 ഇൻറ്റു ന്യൂമറേറ്റർ ഒരുമിച്ച് എഴുതി. മോഡ് എ ഐ ഇൻറ്റു മോഡ് ബി ഐ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ഐ ബി ഐ ആണ്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നോം എ ഇൻറ്റു നോം ബി. ഓക്കെ അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോണത്, തൽക്കാലം നിങ്ങൾ ഈ സമ്മേഷൻ നോക്കണ്ട. എന്തുവാ ചെയ്യുന്നത്? ഈ എ ഐ സ്ക്വയർ പ്ലസ് ബൈ നോം എ സ്ക്വയർ പ്ലസ് ബി ഐ സ്ക്വയർ ബൈ നോം ബി സ്ക്വയർ, ഈ മൈനസ് ഈ കിടക്കുന്ന സാധനത്തിന് ഞാൻ ഇനിക്വാലിറ്റിയുടെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ അത് പ്ലസ് ആവുമല്ലോ. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മോഡുലസ് എ ഐ ബി ഐ ഡിവൈഡഡ് ബൈ നോം എ നോം ബി എന്ന് വരും. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ചെയ്യുന്നു? സമ്മേഷൻ കൊടുക്കുന്നു. ഒരു പ്രശ്നമില്ല, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സമ്മേഷൻ കൊടുക്കാമല്ലോ. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n, ഇതൊന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കിയടാ, സമ്മേഷൻ എന്ന് പറയുന്നത് ഐ ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാധനമാണ്. ഐ ഇല്ലാത്തവർക്ക് സമ്മേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എവന്റെ കയ്യിൽ ഐ ഉണ്ടോ? ഇല്ല. അപ്പൊ അവനെ സമ്മേഷന് പുറത്തിടാം. നോക്കി, സമ്മേഷൻ ഞാൻ അകത്തെടുക്കാൻ പോവാണേ. അപ്പൊ നോക്കി, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 n എ ഐ സ്ക്വയറിന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് വരാം, നമ്മൾ ഇവിടെ കൊണ്ട് സ്പ്ലിറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ സമ്മേഷൻ എന്ന് പറയുന്ന ആള് നോം എക്ക് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 1 by നോം എ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു n എ ഐ സ്ക്വയർ പ്ലസ് എഴുതി. ഇനി ഇവിടെ സമ്മേഷൻ കൊടുക്കുമ്പോൾ എവൻ സമ്മേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ 1 by നോം ബി സ്ക്വയർ പുറത്തെടുത്തു. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ബി ഐ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എവൻ കോൺസ്റ്റന്റ്, എവനും കോൺസ്റ്റന്റ്. അപ്പൊ അവനെ പുറത്തെടുത്തു. 2 ഡിവൈഡഡ് ബൈ നോം എ നോം ബി ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് എ ഐ ബി ഐ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. നോക്കിയേ, ഞാൻ ആവശ്യം വരുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എ ഐ സ്ക്വയർ എന്ന് പറയുന്നത് നോം എ സ്ക്വയർ ആണ്. ഇനി സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ബി ഐ സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും നോം ബി സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഞാൻ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. നോക്കിയേ, സമ്മേഷൻ എ ഐ സ്ക്വയറിനെ ഞാൻ നോം എ ഐ സ്ക്വയർ എന്ന് വിളിച്ചു. താഴെ ഓൾറെഡി നോം എ സ്ക്വയർ ഉണ്ട്. യവനെ ഞാൻ എന്ത് വിളിച്ചു? നോം എ സ്ക്വയർ എന്ന് വിളിച്ചു. സമ്മേഷൻ ബി ഐ സ്ക്വയറിനെ നോം ബി സ്ക്വയർ എന്ന് വിളിച്ചു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ എഴുതി. ഓക്കെ അല്ലേ? ഇനി ഇത് നിങ്ങൾക്ക് അറിയാം, നോം എ സ്ക്വയർ ബൈ നോം എ സ്ക്വയർ 1 ആണ്. നോം ബി സ്ക്വയർ ബൈ നോം ബി സ്ക്വയർ 1 ആണ്. 1 + 1 2 ആണ് അല്ലെ? അപ്പൊ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ നോം എ നോം ബി ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് എ ഐ ബി ഐ കിട്ടി. 2 2 വെട്ടാലോ? ഇവിടെ 1 വന്നു അല്ലെ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സാധനം അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. ഈ സാധനം അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടൂടാ? ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോം എ ഇൻറ്റു നോം ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് എ ഐ ബി ഐ. ഇതിനെ ഞാനൊന്ന് തിരിച്ചെഴുതി. നോക്കിയേ, ഈ ഇനിക്വാലിറ്റി അതേപോലെ തിരിച്ചെഴുതി. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ സ്റ്റെപ്പ് 2 ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ 2 സ്റ്റെപ്പ് ഒന്ന് തിരിച്ചെഴുതി. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് എ ഐ ബി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സാധനം അപ്പുറത്ത് പോയി. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പറ, സമ്മേഷൻ മോഡുലസ് എ ഐ ബി ഐ എന്തുവാ? നമ്മൾ ഈ പറയുന്ന എ ഐ ബി ഐകളെല്ലാം ചെയ്തിട്ട് അത് കൂട്ടി വെക്കും. A1 B1 പ്ലസ് A2 B2 പ്ലസ് എക്സെട്ര AN BN ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? A ഡോട്ട് ബി കിട്ടുന്നത് അല്ലെ? അപ്പൊ മോഡുലസ് A1 A2 മോഡുലസ് A1 B1 മോഡുലസ് A2 B2 എക്സെട്ര ആണ് കൂട്ടുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് എ ബി കിട്ടും. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞാൽ മോഡുലസ് എ ബി ഈക്വൽ ആണെന്നല്ല, മോഡുലസ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡ് എ ഐ ഡോട്ട് ബി ഐ ആണ് കേട്ടോ. മോഡുലസ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ട്രയാങ്കുലർ ഇനിക്വാലിറ്റി ആണ് ആക്ച്വലി. നോക്കിയേ, മോഡുലസ് ഓഫ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ A1 B1 പ്ലസ് A2 B2 പ്ലസ് എക്സെട്ര പ്ലസ് AN BN. ട്രയാങ്കുലർ ഇനിക്വാലിറ്റി വെച്ച് എനിക്ക് എന്ത് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സ്പ്ലിറ്റ് ചെയ്യാം. മോഡ് A1 B1 പ്ലസ് മോഡ് A2 B2 പ്ലസ്
എക്സെട്ര പ്ലസ് മോഡ് എ എൻ ബി എൻ അല്ലെ. ഈ മോഡാണ് നമ്മൾക്ക് ഈ കിടക്കുന്ന സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡ് എ ഐ ബി ഐ. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾക്ക് ഇപ്പൊ കിട്ടിയ ഉത്തരം. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ്. നോക്കിയേ, ഇവിടെ പറഞ്ഞേക്കുന്നത് ആദ്യം എന്താണ്, ഈ പറയുന്ന മോഡ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ എഴുതിയേക്കുന്ന ഈ സാധനം കണ്ടോ, ഈ സാധനം മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡ് കൊടുക്കാത്ത സാധനം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് അകത്ത് കയറിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഞാനിപ്പോ ഇവിടെ എഴുതി കാണിച്ചേക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് എഴുതാം, നോം എ നോം ബി. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കാണിക്കേണ്ടത്, മോഡ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ നോം ബി എന്നായിരുന്നു കാണിക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി എഴുതി നോക്കിയാൽ കോഷി ഷോർട്ട്സ് ഇനീക്വാളിറ്റി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് ചെയ്തു പഠിക്കുക. ഓക്കെ, താങ്ക് യു.